കാഞ്ഞിരക്കൊല്ലിയിൽ യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ മുഖ്യപ്രതി പോലീസിൽ കീഴടങ്ങി. നിതീഷ് ബാബുവിനെ കൊലപ്പെടുത്തിയ കേസിലാണ് മുഖ്യപ്രതിയായ അപ്പു എന്ന കെ ബിജേഷ് പയ്യാവൂർ സ്റ്റേഷനിൽ കീഴടങ്ങിയത്. പ്രതിയെ ഇൻസ്പെക്ടർ ടിങ്കിൾ ശശി ചോദ്യം ചെയ്തു വരികയാണ്. കാഞ്ഞിരക്കൊല്ലിയിലെ നിതീഷ് ബാബുവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം കടന്നുകളഞ്ഞ മുഖ്യപ്രതി കുടിയാൻമല അരങ്ങ് കോട്ടയം തട്ടിലെ അപ്പു എന്ന കെ ബിജേഷിനായി അന്വേഷണം ഊർജിതമാക്കിയതിന് പിന്നാലെയാണ് ബിജേഷ് വ്യാഴാഴ്ച ഉച്ചയോടെ പയ്യാവൂർ പോലീസ് സ്റ്റേഷനിൽ ഹാജരായത്. കണ്ണൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി അനൂജ് പലിവാളിന്റെ നിർദ്ദേശപ്രകാരം പയ്യാവൂർ ഇൻസ്പെക്ടർ ടിങ്കിൾ ശശി പ്രതിയെ ചോദ്യം ചെയ്തു വരികയാണ്. അതിനിടെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്ത രണ്ടാം പ്രതി അരങ്ങ് കോട്ടയം തട്ടിലെ രതീഷിനെ കോടതി റിമാൻഡ് ചെയ്തു. ബുധനാഴ്ച പുലർച്ചെ വീട്ടിൽ വെച്ച് കുടിയാൻമല പോലീസിന്റെ സഹായത്തോടെയാണ് പയ്യാവൂർ പോലീസ് രതീഷിനെ അറസ്റ്റ് ചെയ്തത്. മുഖ്യപ്രതി കോട്ടയം തട്ടിലെ അപ്പു എന്ന ബിജേഷിനായി പോലീസ് ജില്ലക്കകത്തും പുറത്തും തിരച്ചിൽ ഊർജിതമാക്കിയിരുന്നുവെങ്കിലും ബിജേഷ് പാലക്കയം തട്ടിന് സമീപം ഒളിവിൽ കഴിയുകയായിരുന്നുവെന്നാണ് സൂചന. ബിജേഷിനെ ചോദ്യം ചെയ്യലിന് ശേഷം കോടതിയിൽ ഹാജരാക്കും. കൊല്ലപ്പെട്ട നിതീഷിന്റെ ഭാര്യ ശ്രുതിയും നാട്ടുകാരും നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതികളെ പോലീസ് തിരിച്ചറിഞ്ഞത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12:30 ബൈക്കിലെത്തിയ ബിജേഷും രതീഷും കാഞ്ഞിരക്കൊല്ലി ആമിനപ്പാലത്തെ വീട്ടിലെത്തി നിതീഷ് ബാബുവിനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. ഭാര്യ ശ്രുതിക്കും പരിക്കേറ്റിരുന്നു. ഇവർ പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. കള്ളത്തോക്ക് നിർമ്മിച്ചു നൽകുന്നതിന് പഴയൊരു തോക്കും കുറച്ച് പണവും ഏതാനും ദിവസം മുൻപ് നിതീഷിനെ പ്രതികൾ ഏൽപ്പിച്ചിരുന്നുവെന്നും പറഞ്ഞ സമയത്ത് തോക്ക് നിർമ്മിച്ചു നൽകാത്തതാണ് കൊലപാതകത്തിന് കാരണമെന്നുമാണ് രണ്ടാം പ്രതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഇരിക്കൂർ.